ഹായ്, നമ്മുടെ മെക്സ് 7 ഹെൽത്ത് ക്ലബ്ബ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ ഒരു സംഗതി. ജമാഅത്ത് ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് പോലെ ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് അവർക്കങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലിന് ആട്ടിയോടിക്കപ്പെടുന്നത് ആരായിരിക്കും? ഏത് മതവിശ്വാസികളായിരിക്കും? ഇതാണ് എന്റെ ചോദ്യം. ആരായിരിക്കും? ഒരു സംശയവും വേണ്ട, ഹിന്ദുക്കളായിരിക്കും. റെജി ലൂക്കോസ്, ഇതുവരെ ഈ ആർ.വി. ബാബുവിന്റെ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ RSSന്റെ ഏതെങ്കിലും വലിയ നേതാക്കളോ അല്ലെങ്കിൽ കൊടിയ വിദ്വേഷം പറയുന്ന മറ്റാരെങ്കിലുമോ മോഹനം പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് അവർ കേരളത്തിൽ മൊത്തം 3000 അംഗങ്ങളാട്ടോ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്, അത് വളർന്ന് അങ്ങനെ പന്തലിച്ച് രാജ്യത്തിന്റെ ഭരണം പിടിക്കുകയും ഇതൊരു പാകിസ്ഥാനെ പോലെ ഒരു മുസ്ലിം രാഷ്ട്രമാവുകയും അങ്ങനെ മുസ്ലിം രാഷ്ട്രമാക്കിയാൽ ഹിന്ദുക്കളെ വേട്ടയാടാൻ പോകുന്നു എന്നൊരു ഹൈപ്പോത്തറ്റിക്കൽ ഭീകരത ഈ പറഞ്ഞ ആർ.വി. ബാബു പോലും പറഞ്ഞാൽ കേട്ടിട്ടില്ല. ഇത് അയാളെ പറ്റി അറിയത്തില്ലേ എന്ന് നേരത്തെ ഒരു കമന്റിന് ചോദിച്ചതിനുള്ള മറുപടി ഉണ്ട്. എനിക്ക് അയാളെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല, ഇനി അറിയണമെന്ന് ആഗ്രഹവുമില്ല. CPMന്റെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട് അവിടെ നിന്ന് ഈ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തും വൃത്തികെട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ പറഞ്ഞതിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ജമാഅത്ത് ഇസ്ലാമി എന്ന് അയാൾ സൂചിപ്പിച്ചു. അതിൽ എനിക്ക് വലിയ തർക്കമൊന്നുമില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, FGM ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, പെൺകുട്ടികളുടെ വജൈനയിൽ നിന്നൊരു ക്ലിറ്റോറിയസ് കട്ട് ചെയ്ത് കളയുന്ന ഒരു രീതി, സർക്കംസേഷൻ പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ചെയ്യുന്നത്, അതിനെതിരെ ഇവിടെ ഹൈക്കോടതിയിൽ കേസുണ്ട്. ഈ കേസിന് എഗൻസ്റ്റ് ആയിട്ട് പോയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. വാസ്തവത്തിൽ അതൊരു ഗോത്രീയതയാണ്. ആ ഗോത്രീയത കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. മൊത്തം ഇസ്ലാമിയർ അതിന്റെ മുന്നിൽ തലകുനിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. തെറ്റായ നടപടിയാണ്. WHO ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മൗലിക അവകാശ ലംഘനമാണ് അതൊന്നും. അപ്പോൾ അത് നിർത്തലാക്കിയിട്ടുണ്ട്. വീണ്ടും ഹൈക്കോടതി കേസ് നടക്കുന്നു, സുപ്രീം കോടതി കേസ് നടക്കുന്നുണ്ട്. 2018 ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് നിർത്തലാക്കണമെന്ന്. അപ്പം ഇത് ഇസ്ലാമിന്റെ തലയിലേക്ക് വെച്ചടിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ ഉൾപ്പെടെ ഇതെടുത്ത് വെച്ച് പറയുമ്പോൾ ഇസ്ലാമിനെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ഞങ്ങളുടെ ഒന്നും വീട്ടിൽ അത് ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരുപാട് പെൺകുട്ടികൾ ഉള്ള കുടുംബമാണ് എൻ്റെത്. അമ്മക്കൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പക്ഷെ അത് ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പം ഇസ്ലാമിന്റെ മുഖം വൃത്തികേടാക്കാൻ ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം അത് പറയുമ്പോൾ ആ രീതിയിൽ എടുത്താൽ മതി എന്നുള്ളത് നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള സഖാക്കന്മാർക്കൊരു ആശ്വാസമാണ്. പക്ഷെ എന്നിരുന്നാലും സംഘിസം കമ്മ്യൂണിസത്തിൽ കയറിയിട്ടുണ്ടല്ലേ, CPMൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് പുള്ളി ഈ പറഞ്ഞ ഒരു ഇത്. ഇതിനകത്ത് രണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 26% വരുന്ന ഇവരെ ഒന്ന് പിന്നെ എന്തായാലും ഇവർ പേടിച്ച് നിൽക്കുകയാണ്, പേടിത്തൂറികളാ, നമുക്കൊപ്പം തന്നെ നിന്നോളും. അല്ലെങ്കിൽ ഇവരെ ആദ്യം ഒന്ന് ആക്രമിക്കാൻ ഇട്ടുകൊടുക്കും. അപ്പം ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? പേടിക്കും. അപ്പം ഓട്ടോമാറ്റിക് ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകരെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരു തന്ത്രം ഉണ്ടല്ലോ, അതാണ് പുള്ളി ഉദ്ദേശിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഈഴവ കമ്മ്യൂണിറ്റിയിലെ ഒരു സംഗതി ഉണ്ടല്ലോ, ഇത് ഇപ്പൊ ഇങ്ങേരും പറയുന്ന അതാണ്. ഈഴവ സമുദായം 33 നിന്ന് 28% കുറഞ്ഞതിന് പ്രധാന കാരണം ലവ് ജിഹാദും മതപരിവർത്തനവും. വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ന്യൂനപക്ഷത്തിന്റെ പേരിൽ എല്ലാം കവർന്നെടുക്കുകയാണ്. വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ അടവ് നയം പയറ്റുന്നു. ഈഴവ സമുദായം 33% നിന്ന് 28% കുറഞ്ഞു. ഇതിന് പ്രധാന കാരണം മതപരിവർത്തനവും ലവ് ജിഹാദുമാണ്. പല സ്ഥലങ്ങളിലും കൂട്ടത്തോടെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ജാതി എന്നത് സത്യമാണ്, സത്യം. ഈഴവർ ജാതി പറയുന്നത് മാത്രമാണ് കുഴപ്പം. അത് കുഴപ്പമാണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. സാമൂഹ്യ നീതി ലഭിക്കാൻ വേണ്ടിയാണ് ജാതി പറയുന്നതെന്ന് മനസ്സിലാക്കണം. 6000 രൂപയിൽ നിന്ന് SNDP യോഗം ഇന്ന് വലിയ സാമ്പത്തിക ശക്തിയായി 6000 രൂപയിൽ നിന്ന് എന്തിനാണോ എന്തോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടത് യോഗത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനുള്ള താക്കീതാണ്. എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം പഠിക്കുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നത് അപൂർവമായിട്ടാണ്. അതുകൂടാതെ വേറൊരാളുടെ ഒരു ന്യായവാദമുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മള് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു, രാജ്യത്ത് ജനപ്പെരുപ്പം, ജനസംഖ്യ വർദ്ധിക്കുന്നു, അതിനൊരു നിയന്ത്രണം ഉണ്ടായാൽ മതിയാവും. നമ്മുടെ ആളുകളോട് പറഞ്ഞു, നമ്മുടെ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്, സ്വന്തം കുടുംബത്തെ അല്ല രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് ഈഴവരെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ പ്രധാന പോസ്റ്റുകളിലൊക്കെ നോക്കിയാൽ നമ്മുടെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈഴവരാണ്. ആ ഒരു നമ്മള് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞതല്ലേ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് പോയി ബക്കറ്റുമായിട്ട് തിരിച്ചു വന്നു. മറ്റേ നമ്മുടെ മലപ്പുറം പോലുള്ള സഹോദരന്മാർ പോയില്ല, അവർക്ക് ആരാമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഞാൻ ഈയിടെ കോഴിക്കോട് ചെന്നപ്പോൾ അവിടുത്തെ ആര്യാർക്ക് 11 ഭാര്യമാരുണ്ട്. 11 ഭാര്യമാരുണ്ട്, 33 മക്കളുമുണ്ട്.
നമ്മളിപ്പോ ഇവിടെ അംദോ അമാരാതോ എന്ന് പറഞ്ഞു തുടങ്ങി. അംദോ അമാര അന്തോ ഹമാര ദോ ഏക്. അപ്പൊ പുള്ളിക്കാരൻ ആഹ്വാനം കൊടുക്കുന്നുണ്ട്. അവരുടെ മാത്രം സഹസായതുകൊണ്ട് പുള്ളിക്കാരൻ അത് പറയുന്നതാണെന്നാണ് പറയുന്നത്. ഇത് ആരാണെന്ന് അറിയാം? SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി PS വിജയൻ, ജനറൽ സെക്രട്ടറി പ്രത്യേകം പറഞ്ഞതാണ് അത്രേ. അപ്പം ഈ യോഗത്തില് അവരുടെ മാത്രം യോഗത്തിലാണ് പ്രസംഗിക്കുന്നെങ്കിൽ ഇത് ആരാ റെക്കോർഡ് ചെയ്ത് പുറത്തു കൊണ്ടുപോകുന്നുള്ള പുള്ളിക്ക് ആ വിവരം പറ്റിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇത് പുറത്തു വന്നപ്പോൾ തന്നെ മനസ്സിലായി ആഹ്വാനം കൊടുക്കുകയാണ്. പണ്ട് പിന്നെ സംഘികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീരപ്രസവിനി അവാർഡ് കൊടുക്കുന്നു, 4ൽ കൂടുതൽ കുട്ടികളെ പ്രസവിച്ചാൽ വീരപ്രസവിനി അവാർഡ് കൊടുക്കുന്നു. കുട്ടികൾ അധികം ഉണ്ടാക്കുന്നത് ഒരു കേപ്പബിലിറ്റി അല്ല, അത് ഇസ്ലാമിൻ്റെ ഒരു ചട്ടരീതിയാണ്, അവർക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ അത് രാഷ്ട്രവിരുദ്ധമാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രവിരുദ്ധം എന്ന് പറയുന്നത് പറഞ്ഞാൽ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരു രാഷ്ട്രം ഉണ്ടെങ്കിൽ അതിലേക്ക് അത്യാവശ്യം ബോധമുള്ള കുറേ പേര്, ഇപ്പോൾ ചൈനയായിരുന്നു പണ്ട്, അവരുടെ സമ്പദ്ഘടന നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുട്ടി മാത്രം പാടുള്ള നിയമം തന്നെ കൊണ്ടുവന്നു ചൈനയ്ക്ക്. ഇപ്പോൾ എന്താണ്, ലോക രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി അത് ഉയർന്നു വന്നു. ആ കൺട്രോൾ നമുക്ക് ഉണ്ടാവണം പൗരന്മാർക്ക്, അല്ലെങ്കിൽ അത് പ്രശ്നമാകും. പിന്നെ ഈ വീരപ്രസവിനി അവാർഡൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നടേശ മുതലാളിയോ അല്ലെങ്കിൽ ചങ്കി എണ്ണന്മാരെ കൊണ്ടൊന്നും ചെലവിന് വിടുമോ? ഇപ്പം നമുക്കൊന്നും അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങൾ എടുത്ത് നോക്കുക. അപ്പം ഞാൻ 5 മക്കളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. എനിക്ക് 2 കുട്ടികളുള്ളൂ. എൻ്റെ കുട്ടികൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾ 5 പേരെ പോറ്റാൻ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മയുടെ അമ്മ. 10 മക്കളാണ്. അപ്പം ആൾ ബാഹുല്യം കൂടുമ്പോൾ അതിനെതിരെ ഉള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക വിഷമങ്ങളും അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അത് കൊണ്ട് ബോധമുള്ളവർ ചെയ്യത്തില്ലേ. പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു പിന്നെ പ്രസവിക്കാൻ തന്നെ ചുമ്മാ ഇരിക്കുകയല്ലേ. ഇപ്പോൾ ക്രോണിങ്ങിൻ്റെ കാലം വന്ന് ഇപ്പോൾ പിറകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസത്തെ ബുദ്ധിമുട്ട്, കൊച്ചുങ്ങളെ വളർത്തി ഒരു വരുവ് എത്തുക, പഠിപ്പിക്കുക, അവർക്ക് ആഹാരം കണ്ടെത്തുക, അവന്മാർ ചിലപ്പോൾ ഇട്ടിട്ടോടും, അതൊക്കെ നോക്കണ്ടേ, അതൊക്കെ ബുദ്ധിമുട്ടാണ്. 5 മക്കളുള്ള ഒരു പെണ്ണ് കിടന്ന് കാണിക്കുന്ന മേല് കണ്ടില്ലേ. അപ്പം എല്ലാത്തിലും മിതത്വം, ആഹാരത്തിലായിരുന്നാലും ഇത് എല്ലാത്തിലും കുറച്ച് മിതത്വം പാലിച്ചാൽ അത് നല്ല സുഖമായിട്ട് ജീവിച്ചു പോകും. അല്ലാത്തവർ ഇതുപോലെയൊക്കെ വിഷമതകൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് സ്വാഭാവികം. ഇപ്പം ഈ പറഞ്ഞ കണക്ക് വെള്ളാപ്പള്ളിയുടെ ഈ വിഷമവും ബാക്കിയുള്ളതും ഒക്കെ കാണുമ്പോൾ, ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി വന്നാൽ അത്രയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമിയുടെ കേസും പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പം ഈ നടേശം പറയുന്നതാണെങ്കിൽ അവർക്ക് 33-ൽ നിന്ന് അവർ 28-ലേക്ക് കുറഞ്ഞു പോയതിൻ്റെ കാരണം മുസ്ലിങ്ങൾക്കാണ്. പിന്നെ അവന്മാർക്ക് വടിയും വീശി യോഗയും പരിശീലിപ്പിച്ച് കൊച്ചു പിള്ളേരുടെ കയ്യിൽ ദണ്ടും കൊടുത്ത് സഹായിക്കാത്ത വിടാം, അത് കുഴപ്പമില്ല. പക്ഷേ അവർ ഹെൽത്തിൻ്റെ ബേസ് ചെയ്ത് കാണിച്ചാൽ അത് കുഴപ്പം. ഇപ്പം ജമാഅത്ത് ഇസ്ലാമി നല്ലതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ അതിനകത്തോട് വിയോജിപ്പും ഉണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് യോജിപ്പും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലേ. ഇപ്പം നിരോധിച്ചൊരു സംഘടനയാണ് RSS. അപ്പോൾ RSSകാർക്ക് നിരോധിച്ചതായതുകൊണ്ട് അവർ രാജ്യം ഭരിക്കുന്നില്ലേ ഇപ്പോൾ? എന്നാൽ പിന്നെ അവർ നിരോധിച്ചതാണ്, അവർ മിണ്ടണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന കണക്ക് ഈ ജമാഅത്ത് ഇസ്ലാമി ഇവിടെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. അവർ ശക്തിയുള്ളവരാണ്, ഫിനാൻഷ്യലി സൗണ്ട് ഉള്ളവരാണ്. അവർക്ക് കുറച്ച് ബോധവും കൂടെ, നല്ല ബോധവും കൂടെ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നത്തിനെതിരെ നിൽക്കുന്നത് അവരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. പൊതുബോധവും അത്യാവശ്യം നല്ല എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ആൾക്കാരെ വാർത്തെടുക്കാൻ അവർ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു നിസ്സാര കാര്യമായിരിക്കത്തില്ല. അത് ഭയക്കുന്നത് കൊണ്ടാണ് അവരെ എതിർക്കുന്നത്. ഇനിയിപ്പോൾ ആര് പണ്ടൊക്കെ പറയുന്നതാണ്, ഒരു ചൊല്ലുണ്ട്, എനിക്കറിയാവുന്നുണ്ട്, ആർക്ക് ബാധ കയറിയാലും കോഴിക്ക് കിടക്കോ പറതിയില്ലെന്ന് പറയുന്നതാണ്. ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും മുസ്ലിങ്ങൾക്ക് പ്രശ്നം. മുസ്ലിങ്ങൾ അപ്പോഴേ തീർത്തേക്കണം. മുസ്ലിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അവന്മാർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് തന്നെ അതാണ്, മുസ്ലിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ പിന്നെ ആര് ചത്താലും ആര് നടന്നാലും ഇല്ലേലും ഒക്കെ മുസ്ലിങ്ങൾക്കാണ് ഇപ്പോൾ കുഴപ്പം. പിന്നെ ഞാനിത് എപ്പോഴും എടുത്ത് പറയുന്നത്, ചരിത്രം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി ജിന്ന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമൻറ്റിൽ അതുണ്ടായിരുന്നു, അത് തിരുത്തുന്നു ഞാൻ. എനിക്കത് മൗലാന മുഹമ്മദ് അലി എന്ന് വരാത്തത് കൊണ്ടാണ്, എല്ലാവരും മുഹമ്മദ് എന്ന പേര് ഹോണറായിട്ട് ഇടുന്നത് കൊണ്ടാണ്. അതും അലിയാണ് ഇതും അലിയാണ്, ജിന്ന എന്നുള്ളത് എനിക്ക് മിസ്റ്റേക്ക് വന്നതാണ്, അത് ഞാൻ തിരുത്തുന്നു. പിന്നെ നമ്മൾ ഈ ചരിത്രമൊക്കെ എടുത്തു വെച്ച് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇതൊക്കെ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ചിലത് മറന്നു പോകും. ഈഴവർക്ക് തന്നെ പണ്ട് ഈഴവന്മാർക്ക് നടക്കാനുള്ള നടപ്പ് സ്വാതന്ത്ര്യവും മറ്റുമൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഈ പ്രമേയം പാസ്സാക്കാൻ പോലും അനുമതി ഉണ്ടായിരുന്നില്ല. ഇതിപ്പം കാക്കനാട് പിന്നെ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഈ പ്രമേയം പാസ്സാക്കാനുള്ള സപ്പോർട്ട് ചെയ്തു കൊടുത്തത് മുഹമ്മദ് അലിയാണ്, മൗലാന മുഹമ്മദ് അലി. അപ്പോൾ അദ്ദേഹം അന്നത് ചെയ്തിട്ടില്ലായിരുന്നില്ലെങ്കിൽ ഈ പ്രമേയം പാസ്സാക്കപ്പെടുക പോലുമില്ല. പണമുണ്ടായിട്ടും എൻ്റെ അച്ഛനിക്ക് അതുവഴി നടക്കാൻ കഴിയുന്നില്ല എന്നതൊരു വലിയ വേദനയാണ്. അത് ടി കെ മാധവന് മനസ്സിലായിരുന്നു. ടി കെ മാധവനെ പോലുള്ള മനുഷ്യരായിരുന്നു അന്ന് യുണൈറ്റഡായി നിന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിക്കൊണ്ടു വന്നത്. ഇപ്പം പണ്ട് നമ്മുടെയൊക്കെ നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ട്, ഈച്ച അടുപ്പിച്ചാലും ഈഴവനെ അടുപ്പിക്കരുതെന്ന് പറയുന്ന കണക്ക്. അതുപോലെ ഒരു അവസ്ഥയിലേക്ക് നടേശൻ ആ കമ്മ്യൂണിറ്റി കൊണ്ടെത്തിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഒന്നുമില്ല. ഇതൊക്കെ നെറികേട് നന്ദികേട് മാത്രമാണ്.
നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളൊരു ചെറിയ ബോധമുള്ളവൻ പോലും ഇമാതിരി ഒരു വർത്തമാനം മുസ്ലിങ്ങൾക്കെതിരെ പറയത്തില്ല. ഒരു സമയത്ത് മുസ്ലിങ്ങൾ മൂലം മുസ്ലിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് നടപ്പ് സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മറന്നു പോകുന്നതുകൊണ്ടാണ് എനിക്ക് ചരിത്രം റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. വേദനിപ്പിക്കുന്ന ഒരു വലിയ സത്യം എന്താണെന്നറിയാമോ? നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ സാക്രിഫൈസ് ചെയ്താൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ വാല് പൊക്കുന്നത്. നമ്മുടെ കാര്യം മാത്രം നോക്കി നിന്നാൽ മതിയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണിക്കുന്ന വൃത്തികേടുകൾക്ക്. അല്ലെങ്കിൽ നടേശനെ പോലുള്ള ഒരു സംഘി ഇമാതിരി ഒരു വൃത്തികേട് ഇപ്പോൾ എഴുന്നള്ളിച്ചുകൊണ്ട് വരുമോ? ആ ശതമാനക്കണക്കൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആകെ ജി സുധാകരനെ തോപ്പിക്കണമെന്നൊക്കെ പറഞ്ഞപ്പം മൃഗീയ ഭൂരിപക്ഷത്തോടെ അയാൾ ജയിച്ചു. അതുകൊണ്ട് അവന് വലിയ മൂല്യമൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ വിതയ്ക്കുന്ന വിഷം 10 പേരുടെ ഉള്ളിലേക്ക് കുത്തിക്കയറി അതിൽ 10 പേർക്ക് അതിലൊരു തിരിച്ചറിവ് വന്ന് ബോധം മാറി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിയത് പ്രശ്നമല്ലേ? കൂടുതൽ മിശ്രവിവാഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ ശക്തരാകുമെന്നുള്ള തെറ്റിദ്ധാരണയാണ് അപ്പുറത്തെ ഭാഗത്തുള്ളത്. ഇവർ ശക്തരായതിൻ്റെ കാര്യം എവിടെയെങ്കിലും ഒരു ജോലി സ്ഥലത്തേക്ക് പോയി ഇരിക്കുന്നതിന് പകരം അവർ കച്ചവടങ്ങളിൽ ഇറങ്ങി കച്ചവടങ്ങളിൽ കൂടെ കൂടുതൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് കിട്ടി. യൂണിറ്റി ഉണ്ട് അവർക്ക്. തങ്ങളിൽ ഒരുത്തൻ കെട്ടുകിടന്നാൽ ഇപ്പം അന്യമതസ്ഥരെ പോലും സഹായിക്കണമെന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇസ്ലാം. അതുകൊണ്ടാണല്ലോ ഈഴവ കമ്മ്യൂണിറ്റിക്കും താഴോട്ടുള്ള താഴ്ന്ന ജാതിക്കാർക്കൊക്കെ അനുഭവയോഗ്യമായ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത് മുന്നോട്ട് വെച്ച് അതാദ്യം തീർത്താലേ ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങൂ എന്ന് പറഞ്ഞ ഇസ്ലാം ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ കാര്യം നോക്കിയാൽ മാത്രം മതിയല്ലോ. പകരം അവരുടെ കാര്യം കൂടെ നോക്കണം എന്ന ചിന്ത കൊണ്ടുവന്നത് ഇസ്ലാമിയർക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ മറ്റുള്ളവരെ കൺസേൺ ചെയ്യുന്നതാണ്. ആ സഹോദര സ്നേഹം ഒന്നുകൊണ്ടാണ് അവർ ഉന്നതിയിലേക്ക് എത്തിയത്. കൂട്ടത്തിൽ ഒരാൾ കെട്ടുകിടന്നാൽ അവർ അനുഭവിക്കാൻ വിടില്ല, അവർ ചേർത്ത് പിടിക്കും, അവർ മുന്നോട്ട് കൊണ്ടുവരും, വളർത്തും. അതാണ് അവർ ജയിച്ചത്. 5 മക്കളുണ്ടെങ്കിൽ 5 പേരും ജയിക്കട്ടെ എന്ന് തന്നെ പറയും. പരസ്പരം വഴക്ക് കൂടിയാലും ഒരാൾ തോറ്റു കിടന്നാൽ മറ്റു 4 പേര് മാറി നിൽക്കത്തില്ല. അതുതന്നെയാണ് അവരുടെ വിജയം. ആ വിജയം കരസ്ഥമാക്കാൻ പെറ്റുകൂട്ടുകയല്ല വേണ്ടത്. എന്താണ് അവരുടെ വിജയ രഹസ്യം എന്ന് മനസ്സിലാകാത്തവരാണ് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അവരെ കല്ലെറിയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ ഇസ്ലാം വിഭാഗക്കാരോട് എനിക്ക് പറയാനുള്ളത്, ശത്രുക്കൾ അധികരിക്കുകയാണ്. അസൂയ കൊണ്ടാണ് ശത്രുത വരിക. ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് എനിക്ക് ചുറ്റുമുള്ളവരുടെ അസൂയ കൊണ്ടാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നിട്ടുണ്ട്, എന്തായി സംഭവിക്കുന്നത്, എന്തിനാ ഇത്രയധികം ദേഷ്യം എന്നോടെന്ന്. അസൂയയാണ് മെയിൻ കാരണം. അതൊരു വലിയ കോസാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പടവെട്ടാൻ നമ്മൾ കൃത്യമായി എഡ്യൂക്കേഷൻ കൊടുക്കുക, കുഞ്ഞുങ്ങളെ ഭരണ പങ്കാളിത്തത്തിലേക്ക് മുന്നേറാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുക. ഉടനെ ഇവിടുന്ന് തന്നെ വിദേശത്തേക്ക് പാക്കപ്പ് ചെയ്യാതെ ഈ രാജ്യത്ത് നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് സുരക്ഷിതത്വം വേണമെങ്കിൽ നമ്മളുടെ കുട്ടികൾ പഠിച്ച് ഇതുപോലെ ഭരണത്തിൽ കൈയാളട്ടെ. രാഷ്ട്രീയ ഘടനയായിട്ട് മാത്രമല്ല, ഉദ്യോഗാർത്ഥികളായിട്ട് പറഞ്ഞു വിടാൻ ശ്രമിക്കുക. നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണെന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മളുള്ളതെന്നുള്ളത് വസ്തുത. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ ആ വിഷയത്തിൽ തന്നെ ഊന്നി സംസാരിക്കാനാണ് എൻ്റെ റിക്വസ്റ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.